2024 കഴിയാറായി. ഈ വർഷം ഞാൻ തായ്ലൻഡിൽ പോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇന്ന് 15 നവംബർ ആണ്. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് എടുക്കുകയാണ് ടു തായ്ലൻഡ്. ഇത് വളരെ ഇംപ്രോംപ്റ്റു ആയിട്ട് ഒരു ഫോൺ കോളിൽ അവൻ ചുമ്മാ എന്നോട് ചോദിച്ചതാണ്, നീ തായ്ലൻഡിലേക്ക് വരുന്നു. പിന്നെ അതീ കടിച്ചു തൂങ്ങി എന്തായാലും ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് തായ്ലൻഡിലേക്ക്. സോ ഫസ്റ്റ് ഫ്ലൈറ്റ് കോപ്പൻഹേഗൻ ടു ആംസ്റ്റർഡാം ആൻഡ് പിന്നെ ആംസ്റ്റർഡാം ടു ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ടിലേക്കായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഒഴിച്ചാൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 16-ാം തീയതി രാവിലെ ഒരു 10-10:30 ആകുമ്പോഴാണ് ഞാൻ ബാങ്കോക്കിൽ എത്തുന്നത്. അമ്മൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബൊക്കെ ഒക്കെ ആയിട്ടാണ് ടോമ വന്നത്. സോ നമ്മൾ ബാങ്കോക്ക് എത്തി. റൂം ടൂർ എയർബിഎൻബി ആണ്. സ്മൈൽ ഹോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർബിഎൻബി ആണ് എടുത്തുള്ളത്. ഒരു കുഞ്ഞി ക്യൂട്ട് റൂം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റൂം ടൂർ കാണിക്കാമെന്ന്. എല്ലാ സാധനങ്ങളും വലിച്ച് പുറത്തിട്ട് മെസ്സി ആവണതിൻ്റെ മുന്നേ ഒരു റൂം ടൂർ. സോ ഗെറ്റ് ഇൻ സൈഡ്. നമുക്ക് ആദ്യം ഇങ്ങനെ ബെഡ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു കുഞ്ഞു ടേബിളും അതിനുള്ള ഒരു ഷെൽഫും ഒരു ചെയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാം. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്, TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്നാക്കിംഗ് ഓപ്ഷൻസ് ആണ്. പിന്നെ എഗെയിൻ ഒരു വലിയ വാർഡ്രോബ് ഉണ്ട്. പിന്നെ വാഷ്റൂമാണ്. പിന്നെ നമുക്കൊരു കുഞ്ഞു സോഫ, ഇവിടെ ഒരു ടേബിൾ, ഒരു ബാൽക്കണി ഉണ്ട്. നല്ല ചൂടുണ്ട്. ആൻഡ് ഇവിടെ തന്നെ ഒരു വർക്ക് ഏരിയ സെറ്റപ്പ് ആണ്. ഇവിടെ നമുക്കൊരു മൈക്രോവേവ് ഉണ്ട്. പിന്നെ കുറച്ച് അല്ലറച്ചില്ല സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ബാൽക്കണി. ബാൽക്കണി വ്യൂ ഒന്നുമില്ല, കാരണം കുറച്ച് നമുക്ക് ബിൽഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കാണാനുള്ളൂ. സോ ബാങ്കോക്കിൽ എത്തിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് മീലാണ്. അവൻ ഓൾറെഡി കഴിച്ചു. അവൻ പറഞ്ഞത് ഇഷ്ടമായി എന്നാണ്, എനിക്ക് ഇഷ്ടമാവുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. പിന്നെ വേറെ ഒരു മീറ്റും കൂടെ ഉണ്ട്. ചിക്കനാണോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഞാൻ മെയിൻ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. വൈകുന്നേരം ഒരു 5 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ രണ്ടുപേരും കൂടി ഇതേ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മളിപ്പോ പോണത് നൈറ്റ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏഷ്യാറ്റിക്കിൽ പോകാന്നാണ് വിചാരിച്ചത്. അപ്പം കുറെ നേരമായിട്ട് ഗ്രാബ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറെ എണ്ണം ക്യാൻസൽ ആയി പോയിരുന്നു. അപ്പം ഇപ്പൊ ഒരെണ്ണം വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഏഷ്യാറ്റിക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള നൈറ്റ് മാർക്കറ്റ് ആണ്. കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വേറെയും കുറെ ഫേമസ് ആയിട്ടുള്ള നൈറ്റ് മാർക്കറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ഇവിടേക്ക് വന്നു വെച്ചാൽ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് മാർക്കറ്റ് ആണ്. സൈഡിലൊക്കെ ഇങ്ങനെ കുട്ടി കുട്ടി ഫുഡ് സ്റ്റോൾ ഉണ്ട്. നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. നമ്മൾ സീബ്ര ക്രോസിംഗ് തപ്പി നടക്കുകയാണ്. അപ്പൊ അതെ ആൾക്കാരൊക്കെ ക്രോസ് ചെയ്യണം. നമുക്ക് ഇവരെ കൂടെ തന്നെ ക്രോസ് ചെയ്യാം. ഇപ്പൊ നല്ലോണം വിശക്കുണ്ട്. ആദ്യം തന്നെ നമ്മൾ പോയിട്ട് ഫുഡ് വിശപ്പിന് ഒരു ശമനം ഉണ്ടാക്കട്ടെ. നൈറ്റ് മാർക്കറ്റിലേക്ക് അങ്ങോട്ട് കയറിയപ്പം ആദ്യം കണ്ടത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കരിക്കിന്റെ കടയാണ്. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, നേരെ അങ്ങോട്ട് കയറി ഒരു കരിക്ക് സ്മൂത്തി അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ കിട്ടിയത് കരിക്കിന്റെ വെള്ളമാണ്. പിന്നെ നമുക്ക് ആ കാമ്പോടൊക്കെ പൂളി കഴിക്കാൻ വേണ്ടി അതും തന്നു. പിന്നെ ഇവിടുത്തെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും ഇംഗ്ലീഷ് വശമില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നല്ല സൂപ്പർ കരിക്കാണ് കിട്ടിയത്. ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഡിഫറെന്റ് ആയിരുന്നു നാട്ടിൽ കിട്ടുന്ന കരിക്കിനേക്കാളും. പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരുമ്പം കുറച്ച് ഫുഡ് ഐറ്റംസ് എന്തായാലും ട്രൈ ചെയ്യണം എന്ന് ഓർത്തുകൊണ്ട് അതിൽ നമ്പർ 1 ലിസ്റ്റിലുള്ളത് ഒക്ടോപ്പസ് ആണ്. അപ്പം നമുക്ക് അതിന് മുന്നേ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാം. നല്ല വൃത്തിയുള്ള ഒരു മാർക്കറ്റ് കേട്ടോ. ഞാനൊരു നൈറ്റ് മാർക്കറ്റ് എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ബട്ട് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു സ്ഥലം. കുറച്ച് നേരം അങ്ങനെ ചുറ്റി തിരിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നൊക്കെ കുറേ പേര് ഒക്ടോപ്പസ് കഴിക്കുന്ന ഒരു കട കണ്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പ്ലേറ്റ് ഓഫ് ഒക്ടോപ്പസ് കിട്ടി. ഫസ്റ്റ് ഞാനാ കഴിച്ചത്. എൻ്റെ മുഖത്തൊരു വികാരം ഇല്ലെങ്കിലും ഞാൻ അതിന് എന്താ ടേസ്റ്റ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് ഒരു റബ്ബർ ചവയ്ക്കുന്ന പോലെയാണ് തോന്നിയത്. അങ്ങനെ നമ്മളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്ടോപ്പസും ഷ്രിമ്പും ആണ് കേട്ടോ. നല്ലൊരു മുളക് വെള്ളം തന്നിട്ടുണ്ട്. നല്ല എരിവുണ്ടായിരുന്നു. അല്ലാണ്ട് കഴിക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ടേസ്റ്റ് ഉണ്ട് അല്ലേ? പക്ഷെ അതിന്റെ കൂടെ കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എരിവുണ്ട്. എന്നുവെച്ചാൽ നാട്ടിലെ മുളക് ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കണ പോലെ. ഇനി അടുത്ത എന്ത് കഴിക്കും എന്നുള്ള തപ്പി നടക്കാണ്. ഇവിടെ എന്തോ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കേറുമ്പോ അപ്പൊ അവര് പറഞ്ഞു അത് ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന്. ഞാൻ വിചാരിച്ചതിനേക്കാളും രസമുണ്ട്. ഞാൻ കുറച്ചും കൂടെ വൃത്തിയില്ലാത്ത ഒരു ഏരിയ ആയിരിക്കുന്ന പ്രതീക്ഷിച്ചത്. ബട്ട് ഇറ്റ്സ് വെരി നീറ്റ്. അതുകൊണ്ട് പക്ഷെ എന്നാലും ഇറ്റ്സ് വെരി നീറ്റ്. ഇത്ര ആൾക്കാർ വരുന്നല്ലേ. എനിക്ക് തോന്നുന്നത് നിനക്ക് കുറച്ചും കൂടെ ആ ഒരു തായ്ലൻഡിന്റെ ഫീൽ കിട്ടണമെങ്കിൽ ഇച്ചിരി കൂടെ ക്രൗഡഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ പോകണം. ഇതിപ്പം ഇതൊരു റിവർ ഫ്രണ്ട് മാർക്കറ്റ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ആ റിവറിന് അടുത്തേക്ക് എത്തി. ഇത് അവിടെ
കണ്ടോ, ഇതാണ് ആക്ച്വലി റിവർ ഫ്രണ്ട് മാർക്കറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് കുറെ ഷോപ്പ് ചെയ്യണം, അതേപോലെ നിങ്ങൾക്ക് ഫുഡ് അടിക്കണം, കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ വേണമെന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് പോകേണ്ടത്. ഡെഫിനറ്റ്ലി ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ട് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. എന്റെ ബാക്കിൽ ഒരാള് ഇറങ്ങി വരുന്നത് കണ്ടോ, ഇപ്പൊ കേറി പോണു. അപ്പൊ നമ്മൾ ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കേട്ടോ. ഇവിടെ കുറച്ചും കൂടെ ഗോസ്റ്റ് ഒക്കെ ഉണ്ട്, കുറച്ചും കൂടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് വൈബാണ്. ഇതിന്റെ എവിടെയാണ് ഫേമസ് ആയിട്ടുള്ള ജയന്റ് വീൽ ഉള്ളത്. അപ്പൊ നമ്മൾ അതിൽ കയറാൻ പറ്റെങ്കിൽ കയറും. ഇങ്ങോട്ടാ ഒരാൾക്ക് എത്രയാ? 500. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫെറിസ് വീലും പിന്നെ ഈ റിവർ സൈഡ് വ്യൂവും പിന്നെ ഈ പഴയ ഹിസ്റ്റോറിക്കൽ വെയർ ഹൗസസ് ഒക്കെയാണ് ഇപ്പൊ കൺവേർട്ട് ചെയ്തിട്ട് ഷോപ്സും കഫേസും ഒക്കെ ആക്കിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ആണെന്ന് തോന്നുന്നു. 3 റൗണ്ട് ആണ് കേട്ടോ. 500 ബാത്തിന് ഒരാൾക്ക് 500 ബാത്താണ്. കുറച്ച് നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പുഴയൊക്കെ കാണാം, നല്ല മറ്റേ വിണ്ടാമിനിങ് ഒക്കെ പോണ പോലെ ലൈറ്റ് ഒക്കെ കത്തിച്ച് ബോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അവിടെ ഒരു റിവർ ഫെസ്റ്റിവൽ 2024 നടക്കുന്നുണ്ട്. അവിടേക്ക് പോയി നോക്കാം. ടിക്കറ്റ് ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ബട്ട് ലെറ്റ്സ് ഗോ ആൻഡ് സീ.ระดับครับ 20,000ไปแซวร้านใหญ่เลยเอาเดียวภาษาอังกฤษมาแล้วภาษาอังกฤษอ่ะเอเชียทิกมาไทยเว็บหาอะไรกินเนี่ยเรานะอันนี้ไม่ใช่ไทยเบฟนะอาจารย์หลงทางแล้วอาจารย์ก็സോ നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കുറച്ചേരം ഇരുന്ന് എൻജോയ് ചെയ്തു. ഇനി നമ്മള് പറ്റുകയാണെങ്കിൽ ഒരു സ്പാക്ക് പോകണം. അപ്പൊ നമ്മൾ തിരിച്ചു പോകുന്ന വിചാരിക്കുകയാണ്. ഇവിടെയൊക്കെ സൈഡിലായിട്ട് കുട്ടി കുട്ടി സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. സ്റ്റോൾസ് അല്ല, ആക്ച്വലി ഷോപ്പ് തന്നെയാണ്. ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെ ഒരു ട്രേഡ് പോർട്ട് ആയിരുന്നു എന്നാണ് ഗൂഗിൾ പറയുന്നത്. സോ അതാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ട്രേഡ് പോർട്ട് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്തായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സോപ്പുകൾ. നമുക്ക് കുറച്ച് സോപ്പ് നോക്കാം. ഞങ്ങളിപ്പോ നേരെ നടക്കാണ്ട് ഇതിന്റെ ഇടയിൽ ഇത് ഇവിടെയൊക്കെ സ്പാന്റെ ഇതുണ്ട് കേട്ടോ. ആൾക്കാര് സ്പാ ചെയ്യുന്നുണ്ട്. ബാക്കിന്ന് കൊറേ ബാഗ്സ് ഉള്ള കടകള്. ഓ, സാമ്രാജ്യം, ബാഗുകളുടെ സാമ്രാജ്യം. പിന്നെ ഇവിടെ എനിക്ക് അങ്ങനെ ഒരുപാട് ചീപ്പായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. സുവനിയേഴ്സ് ഒക്കെ വാങ്ങിക്കാം. അതല്ലാതെ ഇപ്പൊ ക്ലോത്തിങ്, ജ്വല്ലറി ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. ബട്ട് അങ്ങനെ ബാർഗെയിനിങ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ ചൈനീസ് ഡെസേർട്ട് ആയിട്ടുള്ള താങ്കൂലു കണ്ടത്. ഞാൻ ഒരുപാട് വ്ളോഗ്സിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതൊന്ന് സ്ട്രോബെറിയും വേറെ എന്തൊക്കെയോ ഫ്രൂട്ടും അതിന്റെ മുകളിൽ ഷുഗർ ആണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതിന് ചുറ്റും ഒരു കവറിങ് തന്നിട്ടുണ്ട്. അത് നമുക്ക് കഴിക്കാം. ഇനി നമ്മൾ പോണത് സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നാൽ തായ്ലൻഡിൽ സ്പാ വെരി പോപ്പുലർ ആണല്ലോ. അപ്പൊ നമ്മളൊരു സ്പാക്ക് പോകാന്ന് വിചാരിച്ചു. സ്പാ ഇല്ലല്ലോ, മസാജ് ഫുട്ടില്ല, തായ് മസാജ് ഫുൾ ബോഡി. സോ നമ്മളെ ഡേ 2 ഇൻ ബാങ്കോക്ക് ആണ്. ഇപ്പൊ നമ്മള് രാവിലെ കുറെ നേരത്തെ എണീറ്റ് പോണെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മൾ ലേറ്റ് ആയി പോയി. ഇപ്പൊ സമയം ഏതാണ്ട് ഒരു 9 മണിയാവാനായിട്ടുണ്ട്. നമ്മളിപ്പോ പോണത് ക്ലോങ് ലാറ്റ് മയം ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. ഒരു ഫേമസ് ആയിട്ട് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ്. ഭയങ്കര ടൂറിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അല്ല കേട്ടോ. ഇവിടുത്തെ കുറച്ച് ലോക്കൽ ആൾക്കാരൊക്കെ പോണ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ്. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് 1 മണിക്കൂർ കാറിൽ പോകാനുണ്ട്. നമ്മൾ ഗ്രാബൊക്കെ ബുക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അവിടെ പോയാൽ ഫുഡിന്റെ കമനീയ ശേഖരം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ കുറച്ച് ക്ലോത്തിങ്ങും സുവനിയേഴ്സും അങ്ങനത്തെ എല്ലാം ഉള്ള ഒരു അടിപൊളി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ്. ഞാൻ വീഡിയോ ഒക്കെ കണ്ടത് പ്രകാരം. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ്സ് ആണ് ഇങ്ങോട്ട് ഉണ്ടായിരുന്നത്. ക്ലോങ് ലാറ്റ് മയം കുറച്ചും കൂടെ നേരത്തെ വരികയാണെങ്കിൽ നല്ലതാണ്. ഞാൻ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഡിഷസ്, ഇപ്പൊ മാംഗോ സ്റ്റിക്കി റൈസ്, ഇവിടുത്തെ ഡെസേർട്ട്, പിന്നെ ഗ്രിൽഡ് ഫിഷ്, അങ്ങനെ കുറെ ഇവിടുന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വേഗം പോയി നോക്കാം. കം ഓൺ. ഇന്നലെ നമ്മൾ ഏഷ്യാറ്റിക്കിൽ ആക്ച്വലി
കുറെ ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്സും ഇതൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഈ ടൈപ്പ് ഇതല്ലേ ഉണ്ടല്ലേ. അപ്പം അവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര ചീപ്പാണ്. അവിടെ നമ്മളോട് 200 പറഞ്ഞത് ഇവിടെ ഒരു 70 ആ റേറ്റ് ആണ് കേട്ടോ. ഒരുപാട് ഉണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ സോനിയേഴ്സ് ആൻഡ് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. നമ്മളപ്പം ഈ ഷ്രിംപ് ഫ്രൈഡ് റൈസ് വാങ്ങിക്കാന്ന് വിചാരിച്ചു. മൾബറിയാണ്. സോ നമ്മള് ഷ്രിംപ് ഫ്രൈഡ് റൈസ് ഹിയർ. ഓക്കെ, നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. സൂപ്പർ സൂപ്പർ, നല്ല എരിവാ. അപ്പൊ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ടെന്നാണ് അവൻ കഴിച്ചിട്ട് പറഞ്ഞത്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഫ്ലേവർ ഇല്ലേ, സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. രാവിലെ 9:30 ആയപ്പം ഫ്രൈഡ് റൈസ് ആണ് ഇന്നത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റിന് പകരം. നമ്മളിപ്പോ അതിന്റെ ഇപ്പുറത്തായിട്ട് ഇവരെ മെയിൻ സ്ഥലം, ഒരുപാട് കുറച്ചധികം കൂടെ ഫുഡ് സ്റ്റോൾസ് ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പപ്പായ സാലഡ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. നമ്മളിത് ഇവിടുന്ന് പപ്പായ സാലഡ് വാങ്ങിച്ചു കേട്ടോ. അപ്പം ഞാൻ കണ്ടില്ല അവൻ കഴിച്ചത്. നല്ല എരിവുണ്ടെന്നാ പറയാം. ഞാൻ എന്തായാലും കഴിച്ചു നോക്കണം. നമ്മൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ സൈഡില് ഇവിടെ കുഞ്ഞി ബോട്ട്സിൽ ആൾക്കാർ സാധനം വിൽക്കണമൊക്കെ കാണാം. ഇവിടെ കണ്ടോ നല്ല ഭംഗിയുള്ള ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ സൈഡിലായിട്ടിരുന്നാണ് നമ്മൾ കഴിക്കുന്നത്. ഇങ്ങോട്ട് മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് ആണ് കേട്ടോ. അധികം തിരക്കായിട്ടില്ല, ബട്ട് സ്റ്റിൽ കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ചേരുണ്ട്, സഹിക്കബിൾ എരിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ മാരക എരിവൊന്നും ഫീൽ ചെയ്യണം. പക്ഷെ എനിക്ക് പൊതുവേ പപ്പായ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ബട്ട് ഇതിനൊരു ഫ്ലേവർ ഉണ്ട്. സോ ഗുഡ്. അപ്പാട് തക്കാളി പോലെ ചോത്തിട്ട് നീ പറയണ കേക്കില്ല. മൈക്ക് എന്റെ മുളക് കഴിച്ച് ഫുൾ പല്ലിന്റെ ഇടയിലൊക്കെ മുളക് കുടിക്കേണ്ടത് പറയാം. അല്ലാണ്ട് ഈ സാലഡ് കഴിക്കാൻ പറ്റാണ്ട് മൂക്കുന്നൊക്കെ വെള്ളം ഒലിപ്പിക്കല്ല. പപ്പായ സാലഡ് കഴിച്ച ക്ഷീണത്തിൽ നമ്മൾ ഇങ്ങനെ നടക്കാണ്. അപ്പൊ നമ്മൾ ഇത് വാങ്ങാന്ന് വിചാരിച്ചു. 25. സോ നമ്മളിത് ഈ ബോട്ട് എടുത്തിട്ട് ചുറ്റാൻ പോവാണ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ചുറ്റും എവിടെയോ നിർത്തുന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇവർക്ക് പറയുന്നൊന്നും മനസ്സിലാവണില്ല. നമുക്ക് എന്തായാലും കേറി നോക്കാം. ആലപ്പുഴ പോലെ ഉണ്ട്. ആലപ്പുഴ അങ്ങനെ നമ്മൾ ആ ബോട്ട് റൈഡ് കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞു. നല്ലതാണ്. പക്ഷെ ഒരു 70% മാർക്കറ്റ് ഒന്നും ഇല്ലാത്ത ആ മറ്റേ ചെറിയ ഊട് വഴികളിലൂടെയാണ്. ഊട് വഴിയല്ല, ഊട് തോട്. വെള്ളത്തിന്റെ കളറും അങ്ങനെ ഭയങ്കര വാവ് എന്ന് തോന്നുന്ന വെള്ളമൊന്നല്ല. ഈ കളർ ഒരു വെള്ളമാണ്. അത് മോശമാണെന്നല്ല, പക്ഷെ അറിയില്ല. നിനക്ക് മറ്റേ ആലപ്പുഴ മെമ്മറീസ് ആണ്. എനിക്ക് ആലപ്പുഴയാണ് കുറച്ചും കൂടെ ഓർമ്മ വന്നത്. ബട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മളിത് ഈ ഫ്രൂട്ട് കുറച്ച് വാങ്ങിച്ചു കേട്ടോ. ഇവരെ എടുത്തുനിന്നാണ് നമ്മൾ വാങ്ങിയത്. നമ്മൾ രാവിലെ ഫസ്റ്റ് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നതാണ് കേട്ടോ. തിരിച്ചു വന്നത് പറഞ്ഞാൽ ഈ മാർക്കറ്റിന്റെ ഒരു എൻഡാണിത്. നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് തപ്പിക്കൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ എവിടെയും അത് കാണേണ്ടതാണ്, പക്ഷെ ഇതുവരെ അത് കണ്ടുകിട്ടിയിട്ടില്ല. അപ്പം വി ആർ ഇൻ സെർച്ച്. ഞാൻ മാംഗോ സ്റ്റിക്കി റൈസ് എന്തായാലും കഴിക്കണമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് എനിക്ക് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചേ മതിയാവുള്ളൂ.
ഇവിടെ എവിടെയെങ്കിലും കാണേണ്ടതാണ് മാംഗോ സ്റ്റിക്കി റൈസ് ഇല്ലാത്ത ഒരു മാർക്കറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവും അമൻ? ഉണ്ടാവും? യു തിങ്ക് സോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണേണ്ടതാണ്. സോ ലെറ്റ്സ് സീ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഡാഡാ. സോ ഫൈനലി ഞാൻ തപ്പി നടന്ന മാംഗോ സ്റ്റിക്കി റൈസ് എനിക്ക് കിട്ടിയിരിക്കണു. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് വന്നിരുന്നാണ് കേട്ടോ. അതെ, മാർക്കറ്റ് ഇതാണ്. അപ്പൊ ഇവിടേക്ക് അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ തിന്നണത് കണ്ടോ? എന്തൊക്കെയാ തിന്നണത്. എല്ലാം എടുക്കും. ആ മാംഗോന്റെ ഒരു പീസ്, കോക്കനട്ട് മിൽക്ക്, റൈസ്. കിടിലൻ. അങ്ങനെ ഞാൻ എൻ്റെ തായ്ലൻഡിലെ ഫസ്റ്റ് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആയതാണ്ട് ഫുഡ് അടിയൊക്കെ നിർത്തി. ഇനി അപ്പുറത്തെ സൈഡിൽ ഷോപ്പിങ്ങിനുള്ള ഏരിയ ഉണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷോപ്പ് ചെയ്യണമെന്നുള്ള പ്ലാൻ ഒന്നുമില്ല, എന്തായാലും വന്നതല്ലേ അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറുന്നത്. ഈ ഒരു സ്റ്റെയർ കയറുമ്പം എനിക്ക് പഴയ തറവാട് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെയർസ് ഇല്ലേ, അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെയറും ഈ ഒരു ബ്രിഡ്ജും കയറിയാൽ നമുക്ക് നേരത്തെ നമ്മൾ ആ ബോട്ട് റൈഡ് എടുത്തിട്ടുള്ള കനാലൊക്കെ കാണാം. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലെത്തിയാൽ യെസ്, എൻ്റെ മൈക്ക് ഓൺ ആയിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അറിയില്ല എന്താ പറ്റിയെന്ന്. ബട്ട് അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സൈഡിൽ കുറച്ചുകൂടെ ഷോപ്സ് ഉണ്ട്, കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഷോപ്സ് ഉണ്ട്. ഇന്നലെ നമ്മൾ പോയിട്ടുള്ള ഏഷ്യാറ്റിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചീപ്പായിട്ടുള്ള ഓപ്ഷൻസ് ഞാൻ കണ്ടു. പിന്നെ നിങ്ങൾ ബാങ്കോക്ക് വരികയാണെങ്കിൽ ഐ വുഡ് സേ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ്. ഒരു ലോക്കൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വന്നു നോക്കൂ കേട്ടോ. ഒരുപാട് ട്രഡീഷണൽ തായ് ഡിഷസും പിന്നെ ഷോപ്പിങ്ങും എല്ലാം ഉള്ളൊരു നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിനോട് ബൈ ബൈ പറഞ്ഞു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ഈ ഒരു കഫേയിലേക്കാണ്, ബബിൾ ഇൻ ദ ഫോറസ്റ്റ് കഫേ. ഇത് എഗെയിൻ അത്ര പോപ്പുലർ ആയിട്ടുള്ള കഫേ അല്ല, ബട്ട് ഒരുപാട് ഇൻസ്റ്റഗ്രാമബിൾ സ്പോട്ട്സ് ഉള്ള ഒരു അടിപൊളി കഫേ ആണ്. അപ്പൊ ഇതേ നമ്മള് കഫേന്റെ ഉള്ളിൽ എത്തിയിട്ടോ. ഇത് ഓൺലൈനിൽ കാണുന്ന പോലെ തന്നെ ഉണ്ട്. വെരി പ്രിറ്റി, ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ സ്വിംഗ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ സ്വിംഗ് തപ്പിയാണ് നമ്മൾ പോണത്. ഈ കഫേ ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് കേട്ടോ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്കോക്കിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. നക്കോൺ പട്ടോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വന്നിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. മാൽദീവ്സിലുള്ള വില്ലാസ് ഇല്ലേ, ഈ സീ വില്ലാസ്, ആ ഒരു മോഡലാണ് ഈ ഒരു കഫേ ഫുൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് പല ടൈപ്പ് ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് ഈ സ്വിംഗ് ഉള്ള സീറ്റിംഗ് ഏരിയ ആയിട്ടും ഇതിന്റെ ഷെൽട്ടേർഡ് പവലിയൻസ് വിത്ത് സ്വിംഗ് അങ്ങനെയായിരുന്നു പറയാം. ഇത് ഒരുപാട് പോപ്പുലർ അല്ലെങ്കിലും ഈ ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ട് കുറച്ച് പോപ്പുലർ ആണ്. അതുകൊണ്ട് തന്നെ റിസർവേഷൻസ് ഉണ്ടെങ്കിലാണ് ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ മെനു ആണെങ്കിലും തായ് ഡിഷസും അതേപോലെ തന്നെ വെസ്റ്റേൺ ഡിഷസും ഒക്കെ ഉണ്ട് കേട്ടോ. സീ ഫുഡിന്റെ ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫിഷിന്റെ ഐറ്റമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ടേസ്റ്റ് ഉള്ള നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അതിന് കൂടെ ഒരു സ്ട്രോബെറി സ്മൂത്തിയും ഓർഡർ ചെയ്തിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ 2-2.5-3 മണിക്കൂറിനെടുത്തിട്ട് നമ്മൾ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മെല്ലെ മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ മഴയൊക്കെ പെയ്ത് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഓക്കെ എന്നാൽ നമുക്ക് മെല്ലെ പോവാന്ന് വിചാരിച്ചത്. അങ്ങനെ റൂമിലെത്തി കുറച്ചേരം കിടന്ന് ഉറങ്ങി, ഒന്ന് റെഡിയായി. നമ്മളിപ്പം സെൻട്രൽ വേൾഡ് മോളിൽ വന്നതാണ്. പ്ലാറ്റിനം മോളിൽ പോകാനുള്ള ടൈമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇത് 10 വരെ ഉണ്ട് കേട്ടോ. പ്ലാറ്റിനം മോൾ 6 വരെ അല്ലേ? 8 വരെയാണ്. പക്ഷെ ഒരു 7:30 എല്ലാം അടയ്ക്കും. ഇവൻ ഇവിടെ ഉള്ള ദിവസം ഏതോ ദിവസം അവിടെ പോയിരുന്നു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ പ്ലാറ്റിനത്തിന് പോയില്ല. പിന്നെ അവൻ പറഞ്ഞു ഒന്നും നമുക്ക് അങ്ങനെ ട്രയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്ത ഇവിടെ വന്നിട്ടേക്കും ചെയ്യിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ആണോ ഇതൊരു പ്രോപ്പർ ഒരു മോളാണ്. നല്ല മര്യാദക്കുള്ള ബ്രാൻഡഡ് ഷോപ്സ് ഒക്കെ. മര്യാദക്കില്ല, ആ ഒരു കുറച്ചുകൂടെ ഒരു അപ്സ്കെയിലാണ്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് സെൻട്രൽ വേൾഡ് മോൾ. എവിടെ വന്നാലും അവനെ ഏതെങ്കിലും കട കണ്ട് കയറണം. ഇന്നിപ്പോ ഈ കട കണ്ടിട്ടാണ് അവൻ കയറുന്നത്. വൈ ദിസ് കട? വെറുതെ ചുമ്മാ ഒരു നാട്ടിലാകെ ഡൽഹി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പോയി നോക്കാം. ക്യൂരിയോസിറ്റി ആണോ? ഇവിടെ ഒരു മെക്സിക്കോ റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിരുന്നു. ഓക്കെ, അപ്പം ഇതിന് നാട്ടില് എത്ര രൂപ വരും? നാട്ടിൽ 15. 15?
18th മോർണിംഗ് ആയിരുന്നു നമ്മൾ ഫ്ലൈറ്റ് ബാങ്കോക്കിൽ നിന്ന് ക്രാബിയിലേക്ക്. ഇത് ഞാൻ ആക്ച്വലി നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ ക്രാബിയിൽ പോയിട്ട് ഐലൻഡ് ടൂറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടിട്ട് എപ്പോഴും പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു ക്രാബി. അങ്ങനെ നമ്മൾ 1.5 hour തന്നെ ക്രാബിയിൽ ലാൻഡ് ചെയ്തു. അവനാങ് ആണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിത് അവനാങ് എത്തി. ഇപ്പം ടൈം എത്രയാ പറയൂ? 12:07. ഓക്കെ, സോ ഇവിടുത്തെ റൂം ടൂർ ഞാൻ കാണിച്ചു തരാം. മെഗെ എന്തോ ഒരു എയർബിഎൻബി ആണ്. ഇത് ഇന്നലത്തേനേക്കാളും കുറച്ചുകൂടെ ക്യൂട്ട് ആണ്. സോ ചെറുതാണ്. ഇതാണ് നമ്മളെ മെയിൻ ഡോർ, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞി വാർഡ്രോബ് ഉണ്ട്, പക്ഷേ ഓപ്പൺ വാർഡ്രോബ് ആണ്. ആൻഡ് ഇതാണ് ബെഡ്. കൊള്ളാല്ലേ? ആൻഡ് നമുക്ക് ഇവിടെ ആയിട്ട് അതെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മിറർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു TV, ഒരു ഫ്രിഡ്ജ്, പിന്നെ ഒരു കുഞ്ഞു ടേബിള്, പിന്നെ ഇതേ നമുക്കൊരു വലിയ വാഷ്റൂം ഉണ്ട്. ആൻഡ് നമുക്കൊരു ബാൽക്കണി ഏരിയയും കൂടെ ഉണ്ട്. ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറാണിത്. ഈ ഡോർ തുറന്നാൽ ഇവിടെ ദേ അമനുണ്ട്. ഇതാണ് കേട്ടോ പുറത്തേക്കുള്ള വ്യൂ. അതാണ് കട. അതെ, അങ്ങനെ ദൂരേക്ക് നോക്കിയാൽ നമുക്ക് കടൽ കാണാം. അപ്പം ഇനി കുറച്ചു നേരം നമുക്ക് ഇരുന്നിട്ട് വർക്ക് ചെയ്യാനുണ്ട്. എനിക്ക് ഒരു അസൈൻമെന്റ് ഉണ്ട് നാളെ സബ്മിറ്റ് ചെയ്യാൻ. അപ്പം അതിന് കുറച്ച് പരിപാടികൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ വൈകുന്നേരം ആണില്ലേ ഇറങ്ങുക? യെസ്, ഓൾ സെറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറിയിട്ടോ. മറ്റത് എയർപോർട്ടിലേക്ക് ഇട്ടതായതുകൊണ്ട് അത്യാവശ്യം കവറൊക്കെ ചെയ്തിട്ടുള്ളതായിരുന്നു. അങ്ങോട്ടാ കവറൊക്കെ ചെയ്തിട്ടുള്ള ചൂടെടുക്കുന്നു. കുളിച്ചൊന്നുമില്ല, ജസ്റ്റ് ഡ്രസ്സ് മാറി. ഫുഡ് കഴിക്കാൻ വേണ്ടി, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഇവൻ എനിക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നു. ഇന്ത്യൻ വേണോ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ വേണോ, നോർത്ത് ഇന്ത്യൻ വേണോ? ഓക്കെ, നോർത്ത് ഇന്ത്യൻ വേണോ. പിന്നെ എന്തായിരുന്നു? പിന്നെ തായ്. അപ്പൊ നമ്മൾ തായ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് ആക്ച്വലി ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു നല്ല ഫ്ലേവർ ഒക്കെ ഉണ്ട്, നല്ല എരിവുണ്ട്. അപ്പൊ അവിടെയാണെങ്കിൽ ഞങ്ങളല്ലേ കുക്ക് ചെയ്യണം. അപ്പൊ ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പം ഒരു മടുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കുക്കിങ്ങും കഴിക്കലും. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് മുന്നിൽ ഇങ്ങനെ നല്ല എരിവുള്ളത് കഴിക്കാൻ നല്ലൊരു സുഖം. അപ്പം ഈ ഒരു കടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. പോയി നോക്കാം. ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ അവിടെ. സോ മിസ്റ്റർ അമൻദീപിന്റെ ഫുഡ് വന്നു. ഇതെന്തായിരുന്നു? This is rice with pork and curry and salad. പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, സോ എന്റെ ഫുഡ് വന്നിട്ടുണ്ട്. ദിസ് ഈസ് ക്രാബ് ഫ്രൈഡ് റൈസ്. അപ്പം ഇത് ക്രാബാണ്. നല്ല ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് താഴേക്ക് നടക്കാൻ ഇറങ്ങിയതോ. നടക്കാന്ന് പറയാൻ പറ്റില്ല, വെള്ളം വാങ്ങിക്കാൻ വേണ്ടിട്ട്. ഇവിടെ ഒരു 7-Eleven ഉണ്ട്. ഒരു 200 മീറ്റർ നടന്നാല്. അപ്പൊ ഇവനിങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു കട കണ്ടപ്പോ നാളെ ഒരു ടൂർ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ഐലൻഡ് ടൂർ, ഹോങ് ഐലൻഡ് ടൂർ. അപ്പൊ അതിന്റെ റേറ്റ് എത്ര ചെയ്യാൻ വേണ്ടിട്ട് അവിടെ തങ്ങിയതാണ്. ഓൾസോ ഞാൻ ഒരു കരിക്ക് ഷേക്ക് കൂടെ വാങ്ങിച്ചു. ഇവിടുത്തെ കരിക്കിന് ഒരു വേറെ ഫ്ലേവർ ഉണ്ട്. ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. നല്ലതാണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സൗണ്ട് കേൾക്കണ്ടോ അറിയില്ല, മൈക്കാൻ എടുത്തില്ല. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്. ചെറുതായിട്ട് മഴ ഒന്ന് ചാറിപ്പോയി, പക്ഷെ ഇപ്പൊ നിന്നു കേട്ടോ. ഇവിടെ പോയി ഇതെന്താ വരാത്തെ? നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞേ ഉള്ളൂ, മഴ പെയ്യാൻ തുടങ്ങി. നമ്മള് 7-Eleven പോയിട്ട് കുറച്ച് കുടിവെള്ളം വാങ്ങി. ഡ്രിങ്കിങ് വാട്ടർ. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഇവിടെ 1-2 ഈ പറഞ്ഞ പോലെ ഐലൻഡ് ടൂർസ് ഒക്കെ ചെയ്യുന്ന ഐലൻഡ് ടൂർസ് ഒക്കെ ചെയ്യുന്ന സ്റ്റാളുകൾ ഉണ്ട്. അപ്പൊ അവിടെ കയറി ചോദിച്ചു എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് എന്നൊക്കെ. ഒരുപാട് ഗൂഗിളിലൊക്കെ പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ബാർഗെയിൻ ചെയ്യാം. അവര് പറയുന്ന റേറ്റിന് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ചോദിച്ചു. 2 ഓപ്ഷൻസ് ഉണ്ട്. സ്പീഡ് ബോട്ട് ഉണ്ട്. നമ്മൾ ഹോങ് ഐലൻഡ് ടൂർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ സ്പീഡ് ബോട്ടും ഉണ്ട്, പിന്നെന്താ ലോങ് ടെയിൽ ബോട്ടും ഉണ്ട്. അപ്പം ലോങ് ടെയിൽ ബോട്ട് ആണെങ്കിൽ പ്രൈവറ്റ് ആയിട്ടും ചെയ്യാം, സ്പീഡ് ബോട്ട് ആണെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടും ചെയ്യാം. ലോങ് ടെയിലും ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സംസാരിച്ചു. വൈകുന്നേരം ഒരു 5:45 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. എന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഓക്കെ എന്തായാലും സൺസെറ്റ് ഒക്കെ കാണാലോ. ഇവിടെ കുറച്ച് നേരത്തെ പോയിട്ട് രാത്രി ഇരുന്നിട്ട് കുറച്ചു നേരം വർക്ക് ചെയ്യാന്ന്. യെസ്, ഇപ്പൊ നമ്മള് അവനാങ് ബീച്ചിന്റെ അങ്ങോട്ടേക്കാണ് പോണത്. അവിടെ ഒരു മാർക്കറ്റും ഉണ്ട്. പിന്നെ ബീച്ചിൽ ചുമ്മാ പോയിരിക്കുകയൊക്കെ ചെയ്യാം. നേരത്തെ നല്ലൊരു മഴ പെയ്തു കേട്ടോ. അങ്ങനെ പേമാരി ഒന്നല്ല, എന്നാലും മഴ പെയ്തു. ഇപ്പോഴാണ് നമ്മൾ റൂമിൽ കയറിയത്.
സോ യെസ്, അതാണ് ഞാൻ ഫ്രോക്കൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ബ്രോ ട്രൗസർ ഷോർട്സ്. ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ട്രൗസറും ടീഷർട്ടും ആണ് ഇട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പം റൂമിൽ നിന്ന് ഇറങ്ങി ഒരു മണി ആയിട്ടില്ല, ഒരു 12:40 ആയിരുന്നു. ജസ്റ്റ് രാവിലെ നമ്മൾ തൊട്ട് താഴെയുള്ള ഒരു കഫേയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രഞ്ച് കഴിച്ചു. പക്ഷെ കുറച്ച് ദുരന്തമായിരുന്നു, നമുക്കൊരു പൂച്ചേന്റെ രോമം കിട്ടി. അപ്പൊ പിന്നെ നമ്മൾ അവിടുന്ന് കഴിച്ചില്ല. എന്നിട്ട് നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് മുടിയൊന്ന് പിന്നാൻ, പക്ഷെ റെഡി ആയില്ല. ഇവിടെ സൈഡിൽ കൂടെ ഒക്കെ ഒരുപാട് പേര് ഇങ്ങനെ പിന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ പൈസ ചോദിച്ചിരുന്നു, 200 ബാത്താണ് മിനിമം പറഞ്ഞത്. ഞാൻ വെച്ചു നോക്കാം, ആലോചിക്കാം, അങ്ങനെ. അപ്പൊ ഇപ്പൊ നമ്മൾ പോണത് റെയിലേ ബീച്ചിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് അതിനടുത്തുനിന്ന് കുറച്ച് നടന്നാല് പ്രണാങ് ബീച്ചും എത്തും. മാങ്ങ വാങ്ങിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രണാങ് ബീച്ചിലേക്കും റെയിലേ ബീച്ചിലേക്കും പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടുന്ന് ക്രാബി അവനാങ്ന്ന് ലോങ് ടെയിൽ ബോട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഫെറി ഉണ്ട്. നമ്മളെ എന്താ പറയാ, എന്താ പറഞ്ഞോണ്ടിരുന്നെ, റെയിലേ ബീച്ചിക്ക്. ഇവിടെ നല്ല അടിപൊളി മാങ്ങ, അതുപോലെ നല്ല ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ. റംബൂട്ടാനൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. നീ എന്താ വാങ്ങിച്ചേ? മാങ്ങയാണോ? സോ മാങ്ങ വാങ്ങിച്ചു. സോ അതെ, ഇതാണ് കേട്ടോ മാങ്ങ. നല്ല മധുരമുള്ള മാങ്ങ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ നമ്മൾ വാങ്ങിച്ചിരുന്നു, ഇന്നലെ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. യെസ്, അപ്പൊ നമ്മളിപ്പോ പോണത് എങ്ങോട്ടാ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേഗം പോയിട്ട് ബോട്ട് കിട്ടുമോ നോക്കാം. പിന്നെ 6 മണി വരെ എന്തോയെ തിരിച്ച് ലാസ്റ്റ് ബോട്ടുള്ളൂ. അപ്പൊ അതിന് മുന്നേ പോവാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഉച്ച സമയത്ത് ഇറങ്ങിയത്. സോ നമുക്ക് അവിടെ പോയി റിലാക്സ് ചെയ്തിട്ട്, പ്രണാങ് ആണ് റെയിലേനേക്കാളും കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ബീച്ച് എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിൽ പോയി നോക്കാം. അപ്പൊ അതെ, ടൗണിൽ ഇവിടെ എത്തിയാല് ഇവിടെ തന്നെ ഇങ്ങനെ ബോട്ട് എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. നമുക്ക് ഇവിടുന്ന് ചോദിച്ചു നോക്കാം റെയിലേയിലേക്ക് എത്ര രൂപയാവുമെന്ന്. 400 ബാത്താണ് അല്ലേ? ഇവിടെ 8 പേരായാലേ ബോട്ട് എടുക്കും, അങ്ങനെയല്ലേ അമ്മൻ പറഞ്ഞ്? 8 പേരായാല്. അതുകൊണ്ട് നമ്മൾ 8 പേരാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ അത്യാവശ്യം ആൾക്കാരായിട്ടാണ്. അപ്പൊ ഒരു മേബി ഒരു 5-10 മിനിറ്റ്സിൽ നമുക്ക് ഇവിടുന്ന് ബോട്ട് എടുക്കാൻ പറ്റും. ഒരാൾക്ക് 200 എന്ന് വെച്ചാൽ 2 പേർക്ക് 400 സെക്കൻഡ് ബാത്താണ് ആയിട്ടുള്ളത്. സോ യെസ്, ഇത്ര എക്സൈറ്റഡ് ആണോ? അവനെന്താ മിണ്ടാത്തേന്ന് വെച്ചാല് മൈക്ക് എന്റെ നെഞ്ഞത്താണുള്ളത്. അപ്പൊ അവൻ പറഞ്ഞ അത്രയൊന്നും ക്യാപ്ചർ ചെയ്യില്ല. ബാക്കി കാണുന്ന അതാണ് കേട്ടോ നമ്മളെ ബോട്ട്. കുറച്ച് വെള്ളത്തേക്ക് ഇറങ്ങിയിട്ട് വേണം കയറാൻ. അതുകൊണ്ട് ഫ്രോക്ക് ഒന്നും ഇട്ടാ അത്ര അടിപൊളിയായിട്ടില്ല. വെള്ളത്തിൽ കൂടെ നടന്നിട്ട് വേണം നമ്മൾ കയറാൻ. അത്രയും തോന്നുന്നു ഞാനിപ്പോ ഓൾമോസ്റ്റ് ഇവിടെ വരെയൊക്കെ നനയുണ്ടാവും. എത്ര നനയുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഷോർട്സ് ഒക്കെ അങ്ങനെ നമ്മൾ അവിടുന്ന് അപ്പുറത്തുനിന്ന് വന്നിട്ട് റെയിൽവേ ബീച്ചിലെത്തി. അത്യാവശ്യം ക്രൗഡഡ് ആണ് കേട്ടോ, അത്യാവശ്യം ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് അവിടെ കയാക്ക് റെന്റ് ചെയ്യാം. കയാക്ക് റെന്റ് ചെയ്താൽ 1 hourക്ക് 200, 2 hourക്ക് 300, 1 hourക്ക് 200 ഉള്ളൂന്ന്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് കടലിന്റെ ഉള്ളിൽ കൂടെയാണ് ഇവർ കയാക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു ടെൻഷൻ. പക്ഷെ ഇവൻ പറയുന്നു ലൈഫ് ജാക്കറ്റ് ഉണ്ടാവുന്നു. ലെറ്റ്സ് സീ. അപ്പം യെസ്, അങ്ങനെ ഫൈനലി വി മേഡ് ഇറ്റ് ഫോർ റെയിൽവേ ബീച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു അടുത്തോട്ട്? ഈ പ്രാവശ്യത്തെ ട്രിപ്പിന്റെ ഐറ്റിനറി സെറ്റ് ചെയ്തത് ഞാനാണ്. യൂഷ്വലി ഞാനത് ചെയ്യാറില്ല. ഈ പ്രാവശ്യം ഈ മൂപ്പർ ബിസി ആയതുകൊണ്ട് ഈ മൂപ്പറാണ് ചെയ്തത്. നമുക്ക് പോയി നോക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് പ്രണാങ് ബീച്ചിലേക്ക് തന്നെ പോവാം. കാരണം എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും കുറച്ചും കൂടെ ഭംഗി. എന്നിട്ട് നമ്മൾ ടയർഡ് ആവുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോവാലോ. റെയിലേന്റെ ഉള്ളിൽ കൂടെ നമുക്ക് പ്രണാങ്ങിക്ക് നടക്കാനുള്ള ഒരു വഴിയുണ്ട്. എത്ര ദൂരം നടക്കണം? സോറി, 20 മിനിറ്റ്സ് നടക്കണം എന്നാണ് കാണിക്കുന്നത്. നമുക്ക് നടന്നു നോക്കാം. അത്യാവശ്യം നല്ല
നല്ല രൂക്ഷമായ വെയിലുണ്ട് കേട്ടോ. ഇന്നലെ ഒന്നും എനിക്ക് എത്ര വെയിലിന്റെ ഒരു ഇന്റൻസിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. നമ്മൾ അങ്ങനെ വെയിലത്ത് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. മോസ്റ്റ്ലി വൈകുന്നേരവും അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇപ്പം വെയിൽ നല്ലോണം ഉണ്ട്. ബട്ട് തലവേദന ആവാണ്ടിരുന്നാൽ മതി മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ട് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. നമുക്ക് ലഞ്ച് കഴിക്കണം. സോ ഇവിടെയാണ് കേട്ടോ പ്രിൻസസ് കേവ്. കുറച്ചേരം ഫ്രനാങ്ങിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം റെയിലയിൽ തിരിച്ചു വന്നിട്ട് പപ്പായ സാലഡാണ് വിത്ത് സീ ഫുഡാണ് ഞാൻ കഴിച്ചത്. വാട്ടർമെലൻ ജ്യൂസും അത് കഴിഞ്ഞൊരു കരിക്ക് ജ്യൂസും കുടിച്ചു. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ബോട്ട് എടുത്തിട്ട് തിരിച്ചത് റൂമിലേക്ക് പോയി. നമ്മൾ രാവിലെ ഒരു 7 മണിക്കാകുമ്പോഴത്തേക്ക് എണീറ്റു. 8:30 ആകുമ്പോഴത്തേക്ക് നമ്മളെ ലോങ് ടൈൽ ബോട്ടിൽ ആൾക്കാർ വന്ന് പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാണ് നമ്മൾ ഐലൻഡ് ടൂർ ചെയ്യുന്നത്. 4 ഐലൻഡ് ടൂർ ആണ് യൂഷ്വലി കുറെ പേര് നാട്ടിൽ നിന്ന് വരുന്നവർ ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഹോങ് ഐലൻഡ് ടൂർ ആണ്. അപ്പൊ അതിൽ 3 ഐലൻഡ് ആണ് കവർ ചെയ്യുന്നത്. ലോങ് ടൈൽ ബോട്ട് തന്നെയാണ്. സ്പീഡ് ബോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആൻഡ് ലോങ് ടൈലില് കുറച്ചും കൂടെ നല്ലൊരു ബോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3 വീതമുണ്ട്. യൂഷ്വൽ ലോങ് ടൈൽ, ഡീലക്സ്, പിന്നെ ലക്ഷറി. അപ്പൊ നമ്മൾ ഡീലക്സ് ആണ് എടുത്തിട്ടുള്ളത്. യെസ്. സോ അമ്മൻ ഇപ്പം 7-Eleven പോയതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി. നമ്മൾ കുറച്ച് 7 മണിയായാലും എണീക്കാൻ. അപ്പൊ അധികം സമയം ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇന്നലെ കുറച്ച് സ്നാക്കിംഗ് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം. സോ നമ്മളിത് അങ്ങനെ നമ്മളെ ബോട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബാക്കി ഫുൾ ബോട്ടാണ് കേട്ടോ. കണ്ടോ ഒരുപാട് ബോട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു യൂഷ്വൽ ബോട്ട്സും ഉണ്ട്. തോന്നുന്നു അങ്ങോട്ടേക്കാണ് ഈ ഡീലക്സ് ബോട്ടൊക്കെ ഉള്ളത് അല്ലേ. ഗൈസ് കയറാൻ പോണു. 8:58 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളിതാ ബോട്ടിൽ കയറിയിരിക്കണം. യൂഷ്വലി ഉള്ള ബോട്ടും ഇതും തമ്മിൽ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. അതർ ദാൻ ദാറ്റ് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് കുഷ്യൻസും പിന്നെ പില്ലോസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ പുള്ളിക്കാരനാണ് കേട്ടോ നമ്മളെ ബോട്ട് ചേട്ടൻ. സോ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആർ യു എക്സൈറ്റഡ് ഹോങ് ഐലൻഡ് ടൂറിന്? വെരി എക്സൈറ്റഡ്. ഗൈഡ് അല്ലല്ലോ, അങ്ങനെയല്ല, സമയമൊക്കെ തന്നു, ഉള്ളിലൊക്കെ കൊണ്ടുപോയി, അങ്ങനെയൊക്കെയാണ്. ലഗോണിലെത്തിയിരിക്കണു ഗൈസ്. അങ്ങനെ നമ്മളെ ലഗൂണിൽ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് ഹോങ് ഐലൻഡിലെ ഹോങ് ബീച്ചിലാണ് അല്ലെ, അങ്ങനെയല്ലേ? അതെ, ഹോങ് ബീച്ചിലാണ്. അപ്പൊ ഇവിടെയാണ് ഒരു നാഷണൽ പാർക്ക് ഉള്ളത്, സാൻഡ്ബോക്ക് നാഷണൽ പാർക്ക്. ഇവിടെ നമുക്കൊരു 400 സ്റ്റെപ്സ് മുകളിലേക്ക് കയറിയാൽ ഒരു നല്ല വ്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പം സമയം ഒരു 10:45 ആയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം സമയം അവിടെ കിട്ടി. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് റെന്റ് ചെയ്തുകൊണ്ട് കുറേ സമയം നമുക്ക് ഫോട്ടോസ് എടുക്കാൻ കിട്ടി. സോ യെസ്, കം ഓൺ. ഓൾസോ നമ്മളെ ബോട്ടിന്റെ ഡ്രൈവർ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാള് ഞങ്ങളോട് പറഞ്ഞു നമ്മൾ ബാഗൊക്കെ അവിടെ വെച്ച് പോയി വന്ന് എന്നിട്ട് പിന്നെ വന്നിട്ട് സ്നോർക്ലിങ്ങിന്റെയും സാധനങ്ങളൊക്കെ എടുത്താൽ മതി, അയാൾ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ക്യാരി ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ബാഗ്. പക്ഷെ ആ ബാഗിലൊക്കെ സാധനങ്ങളുണ്ട്, വേണ്ട സാധനങ്ങളാണ്. യെസ്, നമ്മൾ രാവിലെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് തിരക്കില്ല കേട്ടോ. നവംബർ ആ ടൈം. ഓ, നല്ല ബ്ലൂ കളർ വാട്ടർ. സോ നമ്മളിപ്പോ ഹോങ് ഐലൻഡ് വ്യൂ പോയിന്റിലേക്കാണ് പോണത്. ഇതാണ് കേട്ടോ സ്റ്റെപ്സ്. ഇങ്ങനത്തെ 400 സ്റ്റെപ്സ് കയറി മുകളിൽ എത്തിയാൽ നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഈ ഒരു ട്രെയിൽ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിക്കും. ഇതല്ലാണ്ട് ഒരു നാച്ചുറൽ ട്രെയിലും ഉണ്ട് അല്ലേ? അത് എത്ര മീറ്ററാ? ഇത് ആക്ച്വലി 400 സ്റ്റെപ്സ് ആണ്. ഈ ഒരു ട്രെയില് 109 മീറ്റർ എബോവ് സീ ലെവൽ ആണ്. നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഒരു 10 സ്റ്റെപ്പായി കാണും. ഇതുപോലത്തെ കുറച്ച് സ്റ്റീപ്പ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. പക്ഷെ കുറെ വീഡിയോസിലൊക്കെ കണ്ടത് വലിയ കുഴപ്പമില്ല. ഒരു 40-45 മിനിറ്റ്സ് എടുക്കും ഇൻ ടോട്ടൽ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വർത്ത് ഇറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം.
അങ്ങനെ നമ്മൾ 360 വ്യൂ പോയിന്റിന്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുന്നു. അല്ലെ, ഇതാണ് ആക്ച്വലി 360 വ്യൂ പോയിന്റ്. വെരി ഹോട്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടുന്ന് നല്ല വ്യൂ ആണ് ആക്ച്വലി. കേറിയിൽ വേർത്താണ്, അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇനി നമുക്ക് ഇവിടുന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ. നിങ്ങൾക്ക് പോയിട്ട് വേണം സ്നോർക്കിൾ ചെയ്യാൻ. ഞാൻ ചെയ്യുന്നുള്ളത് ഉറപ്പില്ല, ബട്ട് ദിസ് ഗൈ ഈസ് ഗോണ ഡു. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ആ വെള്ളത്തിന്റെ കളർ കണ്ടിട്ട് എനിക്കൊരു പൂതി. അങ്ങനെ നമ്മൾ നമ്മളെ ഹോങ് ഐലൻഡിലുള്ള കുറച്ച് നേരം, ഹോങ് ബീച്ച് അല്ലെ, ഹോങ് ഐലൻഡ് നല്ലതായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറിയിട്ട് അടുത്ത ഐലൻഡിലേക്ക് പോവാണ്. ഓൾമോസ്റ്റ് ഉച്ച സമയമായിട്ടോ, ഫുഡ് കഴിക്കാനുള്ള സമയം. സോ ബൈ ബൈ ഹോങ് ഐലൻഡ്. നല്ലതായിരുന്നു. ഐലൻഡ് അടിപൊളിയാണ്. പിന്നെ ആ വ്യൂ പോയിന്റ് ആക്ച്വലി നല്ലായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ബീച്ച് ആണെങ്കിലും നല്ല കളറുള്ള ബീച്ച്, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, റിപ്പോർട്ടിംഗ് ഫ്രം ലവലാഡിംഗ് ഐലൻഡ്. ചെറിയ മഴ പെയ്യുന്നുണ്ട്. സോ നമ്മളെ സെക്കൻഡ് ഐലൻഡ് ആയിരുന്നു ഇത്. ഒരു ഐലൻഡും കൂടി ആക്ച്വലി ഉണ്ട്, പക്ബിയ ഐലൻഡ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അവിടെ പോകാനുള്ള ടൈം ഉണ്ടാവില്ല, പക്ഷെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഇങ്ങോട്ട് എന്താ വന്നത് വെച്ചാൽ ഇവിടെയാണ് ആ സ്വിംഗ് ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചത്. അവിടുത്തെ അവിടെ ഉണ്ട് കേട്ടോ, ഹോങ് ഐലൻഡിലും ഒരു സ്വിംഗ് ഉണ്ട്. പക്ഷെ ഇവിടെയാണ് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, പ്രൈവറ്റ് ബീച്ച് എന്നൊക്കെ പറയാം. കുറച്ച് ആൾക്കാർ കുറവുണ്ട്. വളരെ കുഞ്ഞൊരു സ്പേസ് ആണ്. ഇപ്പൊ നിങ്ങക്ക് നോക്കിയാല് കണ്ടോ, ഇത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ കാണാനൊക്കെ. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ഇങ്ങനെ നല്ല വെയിറ്റ് ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കയറാൻ. നമ്മൾ ഉരുകി കയറി. അങ്ങനെ ഒരു ഹാഫ് ഡേ ഹോങ് ഐലൻഡ് ടൂർ കഴിഞ്ഞിരിക്കണു. നമ്മൾ ഒരു ഐലൻഡ് മിസ് ചെയ്തു കേട്ടോ, പഗ്യ ഐലൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പക്ഷെ അത് കുഴപ്പമില്ല. അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ്. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല, ബട്ട് സ്റ്റിൽ ഒരു ബീച്ചും അങ്ങനെയൊക്കെ. ഇനിയിപ്പോ നമുക്ക് ഫുഡ് കഴിക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും പ്രോപ്പർ ആയിട്ട് കഴിച്ചിട്ടില്ല, ലഞ്ചും കഴിച്ചിട്ടില്ല. ഓർഡർ ചെയ്യാന്നാണ് വിചാരിക്കണത്. അമൻ സ്റ്റെർലിംഗ് അവൻ കുറച്ച് ഛർദ്ദിക്കാൻ വരുന്നതൊക്കെ. അങ്ങനെ നല്ലൊരു കിടിലൻ ഹോങ് ഐലൻഡ് ടൂറൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് KFC ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് കുറേ നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് രാത്രിയായപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് സാധനങ്ങളോട് ട്രൈ ചെയ്യാം, കുറച്ചും കൂടെ ഷോപ്പിങ്ങിന് പോവാം, ഒരു മസാജിനൊക്കെ പോകാമെന്ന് ഓർത്ത് ആദ്യം തന്നെ ഈ ഒരു ചേച്ചീൻ്റെ കടയിലാണ് വന്നത്. പാൻ കേക്ക് റൊട്ടി നമ്മൾ ന്യൂട്ടലുള്ളതാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത്രയും ടേസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പോയിട്ടുള്ള ആ ഒരു സൈഡിൽ കൂടെ ഒരുപാട് ഈ സ്റ്റോൾസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റോൾസിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി സോപ്പുകളൊക്കെയാണ് ഒരുപാട് കണ്ടത്. പിന്നെ നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് മസാജ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്ന് ഫുഡ് മസാജാണ് ചെയ്യുന്നത്. നമ്മൾ ബാങ്കോക്കിൽ ഒരു തായ് മസാജ് ഫുൾ ബോഡി ചെയ്തിരുന്നു. ഇന്ന് ഫുഡ് മസാജാണ്. ഭയങ്കര റിലാക്സിങ് ആയിരുന്നു കേട്ടോ. ഒരു ചെറിയ വേദനയും പക്ഷെ എന്നാലും ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ കയറി. ഇതായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ. നമ്മളൊരു ക്രാബ് ഫുഡ് ആണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ പേര് ഞാൻ മറന്നു. പക്ഷേ ഇതെല്ലാം കഴിച്ച് അവസാനം എത്തിയപ്പോൾ നമുക്കൊരു പീസ് ചിക്കൻ ഇത് കിട്ടി. അങ്ങനെ നമ്മൾ അവരോട് 1-2 പറഞ്ഞ് അങ്ങനെ സംസാരിക്കേണ്ടി വന്നു. പക്ഷെ അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡേ ഇൻ ക്രാബിയാണ് കേട്ടോ. നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയി റൂമിൽ നിന്ന് ഇറങ്ങാൻ. ജസ്റ്റ് ഫുഡ് കഴിച്ചു, ലഞ്ചാണ് കഴിച്ചത്. ആൻഡ് ഇപ്പൊ നമ്മൾ പോണത് പാൽപോങ് ബീച്ചിലേക്കാണ്. അവിടെ ഒരു മങ്കി ട്രെയിൻ ഉണ്ട്. അപ്പൊ മങ്കി ട്രെയിനിലേക്കാണ് പോണത്. ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല നടക്കാൻ, ചെറിയൊരു ചാറ്റ്. അപ്പം നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ഞാൻ കഴിച്ചു. ബ്രോ
എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഫുഡ്? ഫുഡ് നല്ലതായിരുന്നു. പക്ഷെ നാട്ടിലെ ഒരു തലേസൊക്കെ മറ്റേ നെയ്ച്ചോറ് വരച്ച് ഉണ്ടാവില്ലേ കല്യാണത്തിനൊക്കെ, ആ ഒരു ടേസ്റ്റ്. പക്ഷെ അത് ഞാൻ മിസ് ചെയ്തോണ്ട് എനിക്ക് സോ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോഴും ഇവിടെ സൈഡിലൊക്കെ ഷോപ്സ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പം ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഫുൾ ഓൺ ആണ്. പക്ഷെ രാത്രി ഒരു പ്രത്യേക സുഖമുണ്ട്. എന്നാലും നമുക്ക് നടന്നു നോക്കാം. നടക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ക്യാബ് എടുത്തിട്ടാണ് കേട്ടോ പോയത്. പെട്ടെന്ന് തന്നെ എത്തി. ഈ ഫിഷർമാൻ ബാർ കഫേ ഒക്കെ ഒരുപാട് പോപ്പുലർ ആണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ നടക്കുക. പോണ വഴിക്കൊക്കെ കുഞ്ഞു കുഞ്ഞു കുരങ്ങന്മാരെയൊക്കെ കാണാം. ആദ്യം എനിക്ക് പേടിയില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഉള്ളിൽ കുറേ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ ആ ഹൈക്ക് പ്രോപ്പർലി ചെയ്തില്ല. ജസ്റ്റ് ഒരു 10 സ്റ്റെപ്പ് മുകളിലേക്ക് കയറി അതേപോലെ തന്നെ തിരിച്ചിറങ്ങി. പോണ വഴിക്ക് രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുരങ്ങന്മാരോടുള്ള പേടി കാരണം ഒരു കഫേയിൽ വന്നിരുന്നു. അവിടെ ലൈവായിട്ട് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഗായ്സ്, നമ്മൾ അങ്ങനെ ബാങ്കോക്കിൽ പിന്നെയും എത്തിയിരിക്കണു. യെസ്, നമ്മൾ ലാസ്റ്റ് ഡേ ആൻഡ് ലോസ്റ്റ് റൂം. സോ ഞാൻ ഈ റൂം ടൂർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ടൂർ. സോ റൈറ്റ് സൈഡിൽ തന്നെ ഒരു കുഞ്ഞു വാർഡ്രോബ് ഉണ്ട്. ഇതിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അയൺ ബോക്സ് വരെ ഉണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ എന്താ, ഇനി അമ്മനാണ് ഇന്ന് റൂം ടൂർ ചെയ്യുന്നത്. ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിനകത്ത് വെള്ളം ആൻഡ് ഫാൻഡ, പെപ്സി അതൊക്കെ ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് കുറച്ച് കട്ട്ലറി ഉണ്ട്, വളരെ കുറച്ച്. പിന്നെ കെറ്റിലുണ്ട്, കുറച്ച് എന്താ സ്നാക്കിങ്ങിനുള്ള സാധനങ്ങളുണ്ട്. മുകളിൽ എൻ്റെ ഉണ്ട്. പിന്നെ നമുക്കൊരു മൈക്രോവേവ് ഉണ്ട്. അപ്പം എത്ര വെയിറ്റ് ഉണ്ടെന്നാണ് നോക്കണം. താങ്കൾ എത്ര വെയിറ്റ് ഉണ്ട്? 74. ഓക്കെ, ഞാൻ നോക്കുന്നില്ല. അപ്പം ഞാൻ വാഷ്റൂം കാണിച്ചു തരാം. വാഷ്റൂം, യെസ്. സോ ഇതാണ് വാഷ്റൂം, ബേസിക് വാഷ്റൂം. പക്ഷെ ഒരു ബാത്ടബ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയാൽ ഇവിടെ നമുക്കൊരു ടേബിൾ ഉണ്ട്. പിന്നെ നമുക്ക് ടേബിളിൻ്റെ ആവശ്യം വരില്ല. ബെഡ് ഉണ്ട്, പ്രൊജക്ടർ ഉണ്ട്. പിന്നെ ഇതെന്താ, ഇതെനിക്ക് തോന്നുന്നു ഫ്രെയിം എന്തോ ആണ്, ഇളകിയത് അങ്ങോട്ടായിരിക്കും. പക്ഷെ കിടക്ക നിലത്താണ് കേട്ടോ, അല്ലേ? യെസ്. ആൻഡ് ഇതാണ് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ. അങ്ങനെ വ്യൂ ഒന്നുമില്ല. ആൻഡ് ഇവിടെ നമുക്കൊരു ഫുൾ ലെങ്ത് മിറർ ഉണ്ട്. പിന്നെ സ്പീക്കറുകളുണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? ഇനി നമുക്കൊന്ന് കുറച്ചേരം ഇരുന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം വാട്ട് അരുൺ ആൻഡ് വാട്ട് ഫോർ പോകാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ പറ്റുകയാണെങ്കിൽ കുട്ടി ഷോപ്പിംഗ്, മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം പോകാത്ത കുറച്ച് മാർക്കറ്റ്സ് ഉണ്ട്, അവിടെ എവിടെയെങ്കിലും പോകാൻ പറ്റെങ്കിൽ പോകണം. ദാറ്റ്സ് ഇറ്റ്. സോ നമ്മളിത് അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിട്ടോ. ഞാൻ ഒന്ന് ഫ്രഷ് ആയി ഒന്ന് മേലെ കഴുകി. എനിക്ക് കുറച്ച് നേരമേ ഉള്ളൂ. നാളെ മോർണിംഗ് ആണ് എൻ്റെ ഫ്ലൈറ്റ്. പക്ഷെ ഇന്ന് എന്തായാലും നമ്മള് ചുമ്മാ കളയണ്ടെന്ന് ഓർത്തു. പിന്നെ വെതറും വലിയ കുഴപ്പമൊന്നുമില്ല, മഴയില്ല, പിന്നെ അങ്ങനെ ഭയങ്കര വെയിലൊന്നുമില്ല അങ്ങനെ. സോ യെസ്, നമ്മളെ ഗ്രാബ് ഇസ് ഹിയർ. നല്ല ഭംഗിയുള്ള ഒരു അമ്പലം കേട്ടോ. ആർക്കിടെക്ചറൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് ബുദ്ധ സ്റ്റാറ്റ്യൂസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇത് അറിയപ്പെടുന്നത് ഇവിടെ ഒരു 46 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു റിക്ലൈനിങ് ബുദ്ധ സ്റ്റാച്യു ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടെമ്പിൾ ദ ടെമ്പിൾ ഓഫ് റിക്ലൈനിങ് ബുദ്ധ എന്നാണ് പറയപ്പെടുന്നത്. വേറൊരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഫോ ആണ് തായ് മസാജിന്റെ ബർത്ത് പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിന്റെ ഉള്ളിൽ തായ് മസാജ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മളങ്ങനെ വാട്ട്പോല് പോയി. പക്ഷെ വാട്ടറിൽ പോകാൻ പറ്റില്ല, ബിക്കോസ് അപ്പോഴത്തേക്ക് ടൈം കഴിഞ്ഞിരുന്നു. ഇനിയിപ്പം ഇവിടെ ഒരു മെട്രോ ഉണ്ട്, നമുക്ക് അവിടെ പോയി ഭയങ്കര ബിസി ആയതുകൊണ്ട് ടാക്സി ഒന്നും അക്സെപ്റ്റ് ആവുന്നില്ല. സോ യെസ്, ലെറ്റ്സ് ഗോ ആൻഡ് സീ. ജോത്ത് ഫേസിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു മോളിന്റെ ഉള്ളിൽ കുറച്ചിങ്ങനെ ഷോപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു
ഒരു ഫെസ്റ്റ് പോലെ കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കി. ഇവിടെയും കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു, ജ്വല്ലറി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫുഡ് ഐറ്റം നമ്മൾ ട്രൈ ചെയ്തു. ഇതൊരു സ്വീറ്റ് ടാക്കോ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ കുറച്ച് ഡ്രിങ്ക്സും പിന്നെ വേറെ 1-2 സാധനങ്ങളും കൂടെ നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഞാനും അമ്മനും കൂടെ മാറി മാറി ഇങ്ങോട്ട് ട്രൈ ചെയ്തു. ഇനി നമ്മൾ നേരെ പോണത് ജോത് ഫേസ് രാമയിലേക്കാണ്. വാട്ടറുള്ളിൽ പോകാൻ പറ്റാത്തൊരു വിഷമം ഉള്ളിലുണ്ടെങ്കിലും ഇവിടെ എത്തിയപ്പോൾ അത് മാറി. കയറിയപ്പോൾ തന്നെ ലങ്സാബാണ് കണ്ടത്. അതും എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പോർക്ക് ബോൺസ് ഇങ്ങനെ പൈൽ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതൊരു നല്ലൊരു ബ്രോത്തിലാണ് തരിക. ഇവിടെ എല്ലാവരും അത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ പേര്, ഈ കടയിൻ്റെ പേരും ലങ്സാബ് എന്നാണ്. അപ്പം മെയിൻലി ഈ കടയിൽ ഇതാണ് കിട്ടുക. അപ്പം നമ്മൾ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ മിസ്റ്റർ ബീൻ്റെ സ്വന്തം ഓയിസ്റ്റർ ഞാൻ വാങ്ങിച്ച് കഴിച്ചു. പച്ച ആയതുകൊണ്ട് എനിക്കൊരു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ബട്ട് നല്ലായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഫുഡാണ് കേട്ടോ കഴിച്ചത്. ലങ്സാബ് അല്ലേ, ലങ്സാബ് ആണ് കേട്ടോ കഴിച്ചത്. ആദ്യത്തെ ബൈറ്റ് എടുത്തപ്പം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല നല്ല ഒരു ഫ്ലേവർ ഇല്ലാത്ത പോലെ തോന്നി. പക്ഷെ സെക്കൻഡ് ആൻഡ് തേർഡ് പിന്നെ അങ്ങോട്ട് പിന്നെ ഓയിസ്റ്ററും സൂപ്പർ. ഓയിസ്റ്റർ ആക്ച്വലി ഭയങ്കര അടിപൊളി. എനിക്ക് ഞാൻ വിചാരിച്ചത് അത്ര ഇഷ്ടമാവുന്നു. എനിക്ക് ഓയിസ്റ്റർ അത്ര ഇഷ്ടമായില്ല. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറച്ചും കൂടി ഒരു യങ്ങർ ക്രൗഡിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ ഫാഷൻ ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും അല്ലാത്ത ക്യൂട്ട് സ്റ്റോൾസ് ആണെങ്കിലും എല്ലാം അങ്ങനത്തെ ഒരു വൈബായിരുന്നു. നമ്മൾ കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കറങ്ങി നടന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു കാര്യം മറന്നുപോയി. എന്താണെന്നറിയോ? മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ലാസ്റ്റ് ഡേ അല്ല, ഇന്നും ഒരു മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചേക്കാന്ന് ഓർത്തിട്ട് ഞാൻ അവിടുന്ന് ഒരു മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത്രയും ദിവസം കഴിച്ചതിൻ്റെ അത്ര ഉണ്ടായില്ല. പിന്നെ ഇവിടെ കൂറയും പാച്ചൊക്കെ ഉണ്ടായിരുന്നു. അതും നമുക്ക് നോക്കണ്ട കേട്ടോ. പിന്നെ ഇവിടെ വന്നതല്ലേ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ കണ്ട ഒരു പോർട്രേറ്റ് വരച്ചിരുന്ന ഒരു കടയിൽ നിന്ന് നമ്മളൊരു പോർട്രേറ്റ് വരപ്പിച്ചു. എന്നെ പോലെ ഇല്ല കാണാൻ, എന്നാലും അതൊരു സുവനിയർ അല്ലേ. സോ അതാണ് നമ്മളെ വ്ളോഗ്. എൻ്റെ ഒരു അടിപൊളി 1 വീക്ക് വെക്കേഷൻ ആയിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് വന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും, ഇപ്പം ബാങ്കോക്കിലുള്ളതും ക്രാബിയിലുള്ളതും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് എൻ്റെ ഫ്ലൈറ്റ് തിരിച്ച്. ബാങ്കോക്കിൽ നിന്ന് പാരീസിലേക്കും പാരീസിൽ നിന്ന് കോപ്പൻഹേഗനിലേക്കായിരുന്നു. പിന്നെ കോപ്പൻഹേഗനിൽ നിന്ന് ഡെഹ്ലിയിൽ ഞാൻ തിരിച്ചെത്തിയപ്പം ഇവിടെ സ്നോ ആണ്. അപ്പം നിങ്ങൾക്ക് നമ്മളെ തായ്ലാൻഡ് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ബൈ.